ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാകാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കേട്ടോ. നമ്മളൊരു മോർണിംഗ് റൊട്ടീൻ കാണുകയാണ്. മോർണിംഗ് റൊട്ടീൻ അല്ല, ഒരു കിച്ചൺ ക്ലീനിങ് ആട്ടോ. സത്യം പറഞ്ഞാൽ മോളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് രാവിലത്തെ ഒരു കിച്ചൻ്റെ കോലാണ് ഈ കാണുന്നത്. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാട്ടോ. നമ്മൾ ഒന്ന് കണ്ടാലോ? എല്ലാവരും വീടുകളും ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് അപ്പോൾ ക്ലീൻ ചെയ്യണം എന്നുണ്ടാവും, പക്ഷേ എൻ്റെ മോൻ ചെറുതാണ്. അപ്പോൾ എൻ്റെ കൂടെ അവനും ഉണ്ടാകും. ഞാൻ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കൂടെ അവനും ഉണ്ടാകും. അവനൊരു കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യണത്. അതുകൊണ്ടാണ് എനിക്ക് ഒപ്പം ചെയ്യാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒരു ഭാഗത്തു നിന്ന് ഒതുക്കി വരിക കേട്ടോ. ഞാൻ എന്ത് കണ്ടോ, എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ എനിക്ക് ഇരട്ടിപ്പണിയായിട്ട് ഒരാൾ എൻ്റെ കൂടെ ഒപ്പം ഉണ്ട്. ആ മിക്സറെടുത്ത് ഫുള്ള് കളഞ്ഞ് നടക്കുകയാണ് കേട്ടോ. പാത്രം കഴുകി കഴിഞ്ഞപ്പോഴത്തേന് അവനോട് പറ്റുന്ന ഉപകാരം അവൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ ഞാനും മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. മോന് 2 വയസ്സ് കഴിഞ്ഞു, 2.5 വയസ്സായി. അവനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവന് ടേക്ക് കെയർ ചെയ്യണമെന്ന് ആരുമില്ല. എൻ്റെ കൂടെ തന്നെ അവനും ഉണ്ടാവും. എന്ത് പണിയെടുക്കുമ്പോഴും അവനും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഞാനും മോനും തനിച്ചുള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ക്യാമറ പിടിച്ചിടാൻ ആരുമില്ല. ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഷേക്കാണ്. ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമുക്കൊക്കെ സെറ്റാക്കാം. അങ്ങനെ അതാ ഗ്യാസും മേലത്തെ ടൈലൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞു. എന്നോട് പറ്റാൻ മതി ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി സിങ്കും അവിടുത്തെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. കൂടെ മോനും ഉണ്ട് കേട്ടോ. താഴത്തൂടെ ഒരു തുണിയും പിടിച്ചുകൊണ്ട് അവനുണ്ട് കൂടെ.
ഇതൊരു 10-15 കൊല്ലം പഴക്കമുള്ള വീടാട്ടോ. ഞങ്ങളിങ്ങോട്ട് വന്നിട്ട് ഒരു 4-5 കൊല്ലമായി. ഞങ്ങളിങ്ങോട്ട് ഈ വീട് മേടിച്ച് വന്നത്. അത് ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പ് ഹൗസ് എന്ന് പറഞ്ഞ് കെട്ടിക്കൊടുക്കും, പഞ്ചായത്തിന് കെട്ടിക്കൊടുക്കും, അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ. ഞങ്ങളത് മേടിച്ച് വന്നിട്ട് ഒരു 4 കൊല്ലം കഴിഞ്ഞ് 5-ാമത്തെ കൊല്ലമാണ് കേട്ടോ അത്. അപ്പോൾ കിച്ചണൊക്കെ കുറച്ച് പഴയ കിച്ചണാണ്. എത്ര നീറ്റാക്കിയാലും ഈ ഒരു കോലം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ അതിനെക്കൊണ്ട് പറ്റുന്നത് അത്രയും ക്ലീൻ ചെയ്ത് വെക്കലുണ്ട്. എന്നാലും ആ പഴയ വീടല്ലേ, അതിൻ്റെയൊക്കെ ഒരു പോരായ്മകളുണ്ട്. വിറകടുപ്പ് കത്തിക്കുന്ന അടുപ്പാട്ടോ നമ്മൾ യൂസ് ചെയ്യലുണ്ട് അടുപ്പ്. ഒരുവിധം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് മോന് പായസം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് പായസമൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഭയങ്കര വാശിയായിരുന്നു പായസം വേണമെന്ന് പറഞ്ഞിട്ട്. എല്ലാ സാധനങ്ങൾ വെച്ചിട്ടൊരു ഒപ്പിക്കൽ പായസം വെച്ച് കൊടുത്തു. നമ്മുടെ കിച്ചൺ ഇതാ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യൂ. ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റ്, ഒരു ഹാർട്ടേലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.